ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മുടെ ഒരു പ്രൊജക്റ്റാണ് കേട്ടോ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ്. നേരത്തെ ഒരു ചെടി വെച്ചൊരു വർക്ക് കാണിച്ചെന്നില്ലേ, അതേപോലൊരു വർക്കാണ്. ഈ വീഡിയോ തന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ കാണിക്കണം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്തിരുന്ന് കാണും. ഓക്കെ, ഞാൻ ഇന്ന് നമ്മുടെ കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്ത SIP ഇന്നിപ്പോൾ 2.5% ഡൗണിലാണ് നിൽക്കുന്നത്. അതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്ര വരെയും ഡൗൺ ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണാം. ഇപ്പോൾ സ്മോൾ ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്ത കാരണം കൊണ്ട് ഡൗൺ ആകുമ്പോൾ ഒരുപാട് ഡൗൺ ആവും, കയറുമ്പോൾ ഒരുപാട് കയറും. അതാണൊരു സ്മോൾ ക്യാപ്പ്. മറ്റേ റിസ്ക്കും ഹൈ ആയിരിക്കും, റിട്ടേണും ഹൈ ആയിരിക്കും. ഇപ്പോൾ ഇനി അധികം ഡൗൺ ആവാനില്ല, കാരണം അതിൻ്റെ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ കാണിക്കാം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ട്, ഇത് പണി തീരുന്നൊരു വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടോ. ആ വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഹലോ, ഇതാണ് ഞാൻ പറഞ്ഞ ഫുള്ള് കംപ്ലീറ്റ് ആയപ്പോൾ ഉള്ള വീഡിയോ. എങ്ങനെയുണ്ട്? കൊള്ളാമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ഓക്കെ, ഇവിടുത്തെ ഏകദേശം വർക്കും കംപ്ലീറ്റായി. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ടെസ്റ്റ് അതും പാസ്സായി. ഫുള്ളി ഹാപ്പി. സ്മോൾ ക്യാപ്പിൽ കുറച്ച് 2% ലോസ് കാണിക്കുന്നുണ്ട്. അതിൽ സങ്കടമൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഏപ്രിൽ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോദിയുടെ വക ടാക്സ് കയറ്റർക്ക് നികുതി 2 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതുകൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഇറക്കം കൂടി ഉണ്ടാവും. അത് ഇറക്കം കഴിഞ്ഞാൽ പിന്നെ ഏകദേശം മുകളിലേക്ക് വരുന്നുള്ള തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു ധാരണ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല സമയമാണ്. സ്മോൾ ക്യാപ്പിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല, മിഡ് ക്യാപ്പിൽ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ എൻ്റെ ഗ്രാഫ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് കറക്റ്റ് 1 വർഷത്തേക്കുള്ള ഗ്രാഫാണ്. ആ 1 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങിയിട്ട് എവിടം വരെ ഇറങ്ങിയെന്നറിയാമോ? ഏകദേശം അത് എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വരെ ഏകദേശം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം കയറേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രാഫ് കണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാവാം. ഞാൻ 1 വർഷമല്ല, മൊത്തമായിട്ടുള്ള വർഷത്തിനെ കാണിച്ചു തരാം. ആ മൊത്തം തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. ഇതാ ഇപ്പോൾ നോക്കി, അതിന് മൊത്തം എടുത്ത് നോക്കുമ്പോൾ നോക്കി, ആ എവിടെ നിന്നാണ് തുടങ്ങിയത് അതിൻ്റെ ഏകദേശം മറ്റപ്പറ്റ വരെ അത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിന് ഇറങ്ങാൻ എങ്ങോട്ടും ബാക്കിയില്ല. അപ്പോൾ ഇതിപ്പോൾ സ്മോൾ ക്യാപ്പ് എല്ലാത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. മോത്തിലാൻ്റെ മാത്രമല്ല, എല്ലാത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. 5000 രൂപയാണെന്ന് SIP ഇട്ടേക്കുന്നത്. അതുകൊണ്ട് മറ്റേ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്, നമ്മുടെ ലംസം ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു 800 രൂപ വേറെ ഇട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്യുക മീൻസ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഏകദേശം 3 വർക്കിംഗ് ഡേയ്സോളം എടുക്കും. അത് ലംസത്തിനും അങ്ങനെ തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ 5800 നിന്നും നേരെ 5667 എത്തി. കണ്ടോ, 2.5%, 2.29% ഡൗണാണ്. അതിപ്പോൾ എന്തുകൊണ്ടാണ് ഈ 2.29% ഡൗൺ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോഴുള്ള തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ 2.29 ഡൗൺ കാണിക്കണത്. മറ്റേ ഇത് 2024 വെച്ച് കയറിയ ആൾക്കാർക്കൊക്കെ 49%, 50% മേളിൽ ഡൗൺ ആയിട്ടുണ്ട്. അതായത് 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ നേരെ ഇപ്പോൾ 50,000 ഉണ്ടാവും. അവരുടെയൊക്കെ കിളി പോയിട്ടുണ്ടാവും. ഇപ്പോൾ SIP ഒരുപാട് പേര് നിർത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഈ 2024 ഡൗൺലോഡ് ചെയ്ത ആൾക്കാരല്ല, പകരം ഈ 2021, 2022 SIP സ്റ്റാർട്ട് ചെയ്തവരുണ്ടല്ലോ, അവരാണ് കൂടുതലും SIP സ്റ്റോപ്പ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 70,000 രൂപ 80,000 രൂപ ലാഭം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മാസം കഴിയുന്തോറും 2014 ലക്ഷം ഓരോ മാസം കഴിയുന്തോറും 70,000 രൂപ ലാഭം 50,000 ആവും, 40,000 ആവും, 30,000 ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ മുതലും വിട്ട് ഇനി താഴോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലാഭത്തിന് അത്രയല്ലേ കുറയുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അവരെല്ലാവരും SIP കളഞ്ഞുകൊണ്ട് ഓടണത്. ഈ കഴിഞ്ഞ വർഷം തുടങ്ങിയവർക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപ ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരെ പകുതിയോളം താഴോട്ട് പോയിട്ടുണ്ടാവും, 50,000 രൂപയിൽ താഴേക്ക് വന്നിട്ടുണ്ടാവും. അവരെന്തായാലും SIP സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമില്ല, മൊത്തം കിട്ടിയ കാശിൻ്റെ അല്ല, ഇൻവെസ്റ്റ് ചെയ്ത കാശിൻ്റെ പകുതിയോളം പോയി കിടക്കുകയാണ്. ഈ SIP നിർത്തുന്നവർ അതിന് മുമ്പ് തുടങ്ങിയ ആൾക്കാരാണ്. അവരെ ലാഭത്തിൽ നിന്നാണ് ഇപ്പോൾ ഏകദേശം മുതലിൻ്റെ സമയത്തിൽ കാണും. അപ്പോൾ അതെത്തിക്കഴിഞ്ഞപ്പോൾ ഇനിയും മുതലിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്ത് രസമല്ലേ രാത്രി
ഇങ്ങനെ ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റേ ഈ ഏകദേശം റൺവേ കൂടെയൊക്കെ ഡ്രൈവ് ചെയ്യണ പോലെ തോന്നുന്നു. ലൈസൻസ് കിട്ടിയിട്ട് അധികം നാളൊന്നും ആവില്ല കേട്ടോ, കുറച്ച് ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഡ്രൈവ് ചെയ്യണത് ഞാനല്ല, ഇപ്പോൾ ഡ്രൈവ് ചെയ്യണത് വേറെ ഡ്രൈവറാണ്. ഡ്രൈവ് ചെയ്യാമെന്ന് പറയാനായിട്ട് ആകെ രണ്ട് വണ്ടിയുള്ളൂ. ഒന്ന് ഒരു ബസ്സും പിന്നെ ഒന്നൊരു 6 വീലർ ട്രക്കും. പക്ഷേ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ് എന്ന് പറഞ്ഞാൽ ചെറിയ ബസ്, മിനി ബസ്സാണ്, 21 സീറ്റിൻ്റെ. ട്രക്ക് ഒരു 3 ടൺ. പക്ഷേ ഇവിടെ ബഹ്റൈനിൽ നമ്മുടെ സാധാരണ നോർമൽ 4 വീലർ ലൈസൻസ് മതി ഇത് രണ്ടും ഓടിക്കാൻ. രണ്ടും ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യണം കേട്ടോ, ഓടിക്കാൻ നല്ല രസമുണ്ടാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വിട്ടോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുവരെ ആരും ഈ മ്യൂച്വൽ ഫണ്ടിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കോ. നിങ്ങൾ ഒരു സേവിങ്സായിട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് തന്നെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിരിക്കും. ഒരു 2.5-3 വർഷത്തോളം ഒരു എല്ലാ മാസവും മിനിമം ഒരു 5,000 വെച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഏകദേശം 15 വർഷം 20 വർഷമൊക്കെയാണ് പറയുക. നമ്മൾ അത്രയും കണക്കൂട്ടണ്ട. ഏകദേശം ഒരു ഇപ്പോൾ ഉള്ള ഡൗണൊക്കെ ഒന്ന് മാറി ഒന്ന് സാധനം. ഇപ്പോൾ പഴയ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലെവൽ കണ്ടില്ലേ, ഇപ്പോൾ 26,800 നിന്നാണ് ഇപ്പോൾ 22,100 സംതിങ്ങിൽ ഇവിടെ വന്ന് നിൽക്കണേ. അപ്പോൾ അത് തിരിച്ചൊന്ന് 26,000 കഴിഞ്ഞ് വീണ്ടും ഒരു 30,000 32,000 ഒക്കെ ആകുമ്പോൾ വീണ്ടും ചെറിയ ഡൗൺ കാണിക്കും. വീണ്ടും പിന്നെയും മേളിലോട്ട് കയറും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നോക്കണം. എന്തായാലും കയറി ഒന്ന് ഇറങ്ങണം. എങ്ങനെ പോയാലും ബ്രേക്ക് എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മിനിമം ആ ഒരു ബ്രേക്ക് വരെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവും. ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ന്യൂസുകൾ വരും. ഇത് കയറി കഴിഞ്ഞാലാണ് എല്ലാവരും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുള്ളൂ. ഇതിപ്പോൾ ഡൗൺ ആയിരിക്കുമ്പോൾ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ പറയില്ല. ഇപ്പോൾ കാരണം എന്താ പറയുന്നത് വെച്ചാൽ, ഈ വലിയ ബിഗ് കോഓപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ട്, ഈ കോർപ്പറേറ്റീവുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഇതിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാത്തത്. ഒന്ന് കയറി നോക്കട്ടെ. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്ഥലത്തും ന്യൂസ് വരും, എല്ലാവരും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ, നല്ല പ്രോഫിറ്റാണ്, ഇപ്പോൾ ഉള്ള പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. എപ്പോൾ ഇതെല്ലാം കയറി അപ്പോൾ അതിന് ശേഷം അപ്പോൾ എല്ലാവരും കൂടി ഓടി വന്ന് എല്ലാ റീറ്റെയിൽസും ഓടി അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും, അപ്പോൾ വീണ്ടും ഡൗൺ ആവും. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാതെ, റീറ്റെയിലേഴ്സ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതിനുള്ള ചാൻസ് കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ, അതിനകത്ത് 2-3 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് വരും. ആ സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്തോളൂ. ഇപ്പോൾ എല്ലാവരും പറയും ഒരു 15 കൊല്ലം 20 കൊല്ലമൊക്കെ നോക്കണമെന്ന് പറയും. ഞാൻ അത്രയൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ആ ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് വിഡ്രോ ചെയ്തോ. അതുവരെ നിങ്ങൾക്കൊരു സേവിങ്സ് ആയിട്ടെങ്കിലും കാണാമല്ലോ, കണ്ടൂടെ? അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ഇഷ്ടമാക്കി നിന്ന് ലൈക്ക് ചെയ്യട്ടോ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വിടൂ. ലൈക്ക് ചെയ്യട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ മാസം 19-ാം തീയതിയാണ് നമ്മുടെ അടുത്ത പേയ്മെൻറ്റ് വരുന്നത്. ആ സമയത്ത് ഒന്ന് ഇട്ടിട്ട് വീഡിയോ ഒന്നുകൂടി ഇടാം. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ പെർസെൻറ്റേജ്, താഴോട്ടാണോ മേളിലേക്കാണോ എന്ന് അറിയാമല്ലോ. സംഗതി എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റോടും ചെയ്യട്ടോ. കമൻറ്റോടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇത് ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ഡൗൺ ആണ്, എത്ര പെർസെൻറ്റേജ് മേളിലേക്കാണെന്നുള്ളത്, എൻ്റെ ഫണ്ട് എന്താണെന്നുള്ളത് വിവരം ഞാനപ്പോൾ പറയാം. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ ടു ഓൾ.